ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഈ ഡ്രാമ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ഡ്രാമയാണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ ഓൾറെഡി മാരീഡ് ആണ്. പക്ഷേ ഒരു കുഞ്ഞിനെ അവൾക്ക് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭർത്താവ് ആവട്ടെ അവളെ വിവാഹമോചനം ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് അവള് ഭർത്താവുമായി ജീവിച്ചിരുന്ന ആ സിറ്റി വിട്ട് മറ്റൊരു നഗരത്തിലേക്ക് പോവുകയും അവിടെ വഴിയരികിൽ ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞിനെ കിട്ടുകയും സ്വന്തം കുഞ്ഞായി തന്നെ അവൾ അതിനെ വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വർഷങ്ങൾക്കിപ്പുറം കുഞ്ഞിന്റെ ജൈവിക പിതാവ് ആ കുഞ്ഞിനെ അന്വേഷിച്ച് അവളുടെ വീട്ടുപടിക്കൽ എത്തുകയും കുഞ്ഞിനും പെൺകുട്ടിക്കും പരസ്പരം വേർപിരിയുന്നതിലുള്ള വിഷമം കണ്ടിട്ട് ധനികനായ കുട്ടിയുടെ അച്ഛൻ അവളെ തോളിലേറ്റി അവിടം വിട്ട് പോവുകയും പിന്നീട് അവർക്കിടയിൽ പരസ്പരം ഇഷ്ടമുണ്ടാകുകയും അവരൊരുമിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ താമസിക്കാതെ തന്നെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനും അവളുടെ ഹസ്ബൻഡും ഡിവോഴ്സിന് വേണ്ടി സിവിൽ ബ്യൂറോയിലേക്ക് വന്നിരിക്കുകയാണ്. അവരിരുവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയില്ല. പക്ഷേ അവളുടെ ഭർത്താവട്ടെ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും അതുമൂലം തന്നെ അവളോട് വിവാഹമോചനം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അതിന് എന്ത് മറുപടി നൽകണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിലാവട്ടെ എത്രയൊക്കെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നാൽ പോലും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തവനോടൊപ്പം ജീവിച്ചാൽ എന്ത്, ജീവിച്ചില്ലെങ്കിൽ എന്ത് എന്നൊരു മനോഭാവമായിരുന്നു ഹീറോയിന്. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ച ഡിവോഴ്സ് അവൾ നൽകുന്നുണ്ട്. വിവാഹമോചന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി ഉടനെ തന്നെ ആ യുവാവ് അവളോട് പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, ഇതൊന്നും താൻ കാരണം സംഭവിച്ചതല്ല. എന്റെ അച്ഛനും അമ്മയും ഒരു അനന്തരാവകാശി വേണമെന്ന് പറഞ്ഞ് എന്നെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നെ ഒരു മോശക്കാരനായി കരുതരുതെന്ന് അവൻ പറയുമ്പോൾ, നീ ചോദിച്ചത് ഞാൻ തന്നു, ആവശ്യമില്ലാതെ ഇനി എൻ്റെ അടുത്ത് ഓരോരോ ഡയലോഗും പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറഞ്ഞു തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങിയപ്പോൾ തന്നെ അവൻ അവന്റെ അമ്മയെ വിളിച്ച് വിവാഹമോചനം ലഭിച്ചു എന്ന് അറിയിക്കുന്നു. ആ സ്ത്രീയുടെ അടുത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെയാണ് ഇപ്പോൾ അവന് വിവാഹം കഴിക്കാനായി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അവൾ അവന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അവന്റെ സെക്രട്ടറിയാണ്. അതിന്റെ കാരണം അവർ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും നന്നായി നിനക്ക് ഡിവോഴ്സ് ലഭിച്ചത്. നിങ്ങൾ ഇരുവരുടെയും വിവാഹം ഉടനടി തന്നെ നടത്തിവെക്കണം. ഇവളുടെ വയറ് ഓൾറെഡി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നാട്ടുകാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവൂന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ അവന്റെ സെക്രട്ടറി തന്നെ അവൻ പ്രഗ്നന്റ് ആക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു തന്നെ ഹീറോയിൻ ഡിവോഴ്സ് ചെയ്തത് എന്തുകൊണ്ട് നന്നായി. ഹീറോയിനാവട്ടെ ഒരുപാട് വേദനകൾ നൽകിയ ആ സിറ്റി വിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെ ഒരു വീടും ശരിയാക്കി താമസിക്കാനായി. കുറച്ചുനാൾ തനിയെ അവിടെ തന്നെ താമസിക്കാമെന്ന് ഹീറോയിൻ വിചാരിക്കുന്നുണ്ട്. അവൾക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവൾ അവിടെ ചെന്ന് നിൽക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളുടെ അവസ്ഥയെ ഓർത്ത് അവളുടെ അച്ഛനമ്മമാരും വിഷമിക്കും. അതുകൊണ്ടാണ് തനിയെ ഇരിക്കാമെന്ന് ഹീറോയിൻ തീരുമാനിച്ചത്. അങ്ങനെ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്തു നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവൾ കേൾക്കാനിടയാവുന്നത്. ചെന്ന് നോക്കിയപ്പോഴാവട്ടെ കൂടയ്ക്കുള്ളിൽ ഒരു കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചു പോയ നിലയിൽ അവൾ കണ്ടെത്തുന്നുണ്ട്. ആ ബാസ്ക്കറ്റിനുള്ളിൽ നിന്ന് അവൾക്കൊരു ലെറ്റർ ലഭിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ ആർക്കും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വളർത്തുകയോ അല്ലെങ്കിൽ അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയോ ചെയ്യാമെന്നായിരുന്നു ആ ലെറ്ററിനകത്തുണ്ടായിരുന്നത്. എന്നിരുന്നാലും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഈ ഒരു ജന്മത്തിൽ അമ്മയാവാൻ സാധിക്കില്ല എന്ന് കരുതി അവളാവട്ടെ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്തിക്കൂടാ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആ ഗ്രാമത്തില് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിലേക്ക് കുഞ്ഞുമായി പോവുകയും ഈ വിവരങ്ങളെല്ലാം അവളുടെ ഫ്രണ്ടിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. ഫ്രണ്ട് ആവട്ടെ കുഞ്ഞിനെ ലീഗലി ദത്തെടുക്കണമെന്നും അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് പ്രശ്നങ്ങൾ ചെയ്യുമെന്നും അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ തിരിച്ചെത്തി കുഞ്ഞിനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവള് കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ച് മതിയാവൂന്നും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പറഞ്ഞനുസരിച്ച് ഹീറോയിൻ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 വർഷങ്ങൾ കടന്നു പോവുകയും സ്വന്തം മകനായി തന്നെ അവൾ ആ കുട്ടിയെ വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹീറോയിന്റെ അയൽവാസിയുടെ മകൻ ചെയ്ത ഒരു തെറ്റ് ആശ്രയാവട്ടെ ആ കൊച്ചുകുട്ടിയുടെ മേലിൽ ആരോപിക്കുന്നത്. വെറും 2 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് എന്തായാലും താൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അത് മുതലെടുത്ത ആ കൊച്ചുകുട്ടി തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അവര് ഹീറോയിനോട് ദേഷ്യപ്പെടുകയായിരുന്നു. അവനൊരു കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയൊന്നും അവനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവരോട് യാചന രൂപേണ തന്നെ അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവന്റെ പേര് ഗോച്ചിങ് എന്നാണ്. ഒരു കമ്പനി CEO ആണ്. വളരെ ധനികനാണ്. അവനോട് ഇപ്പോൾ അവന്റെ അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട്, സാർ നിങ്ങളുടെ മകനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തി. 2 വർഷമായി സിംഗിളായ ഈ ലേഡിയാണ് നിങ്ങളുടെ മകനെ വളർത്തിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഹീറോയിന്റെയും കുട്ടിയുടെയും ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗൂച്ചിങ് ആവട്ടെ ഇപ്പോൾ തന്നെ അവിടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം കൊണ്ട് തന്നെ അയൽവാസിയായ സ്ത്രീ തന്റെ മകനെയും കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. അവനോട് പറയുന്നുണ്ട്, നീ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്.
ആ പെണ്ണിനും കൊച്ചിനും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ടാണ് നീ ചെയ്ത തെറ്റ് ആ കൊച്ചുകുട്ടിയുടെ പേരിൽ ആരോപിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. ഇതേ സമയം ഹീറോയിന്റെ വീട്ടുമുറ്റത്ത് ഒരുപാട് എക്സ്പെൻസീവായ കാറുകൾ വന്നു നിൽക്കുന്നത്. ഇതെന്താ ഇവളുടെ വീട്ടിൽ ഇത്രയധികം കാർ വന്ന് നിൽക്കുന്നതെന്ന് അത്ഭുതത്തോടെ തന്നെ ആ സ്ത്രീ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. വാതിൽ തുറന്ന ഹീറോയിനും വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഇതെന്താ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ഒരുപാട് പേര് നിൽക്കുന്നേന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് അസിസ്റ്റന്റ് പറയുന്നത്, മേഡം നിങ്ങൾ ഇത്രയും നാളും വളർത്തിയിരുന്നത് ഞങ്ങളുടെ സാറിന്റെ മകനാണെന്ന്. ഇതാണ് ഞങ്ങളുടെ സാറ്, പേര് ഗൂചെങ് എന്നാണ്, ചൈനയിലെ രണ്ടാമത്തെ വലിയ പണക്കാരനാണെന്നൊക്കെ പറഞ്ഞ് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ മനസ്സാവട്ടെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. കാരണം 2 വർഷമായി സ്വന്തം മകനായി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിന് അവകാശം പറയാനായി അവനൊരു അച്ഛൻ എത്തിയിരിക്കുന്നല്ലോ എന്നോർത്തിട്ട് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടിയാവട്ടെ ഇതൊന്നും അറിയാതെ ഹീറോയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഉടനടി തന്നെ അസിസ്റ്റന്റ് ആവട്ടെ ഇത്രയും നാളും കുട്ടിയെ വളർത്തിയതിനുള്ള പ്രതിഫലമാണെന്ന് പറഞ്ഞ് അവൾക്ക് പണവും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായി DNA ടെസ്റ്റ് റിസൾട്ട് നൽകുന്നുണ്ട്. കുഞ്ഞിനെ അവർ കൊണ്ടുപോവുകയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അത് വാങ്ങാൻ തയ്യാറാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂചെങ് ഈ കാർഡിലാവട്ടെ $3 മില്യൺ ഉണ്ട്, ഇത് മുഴുവൻ നീ എടുത്തോ എന്ന് പറഞ്ഞ് അവളുടെ നേർക്ക് കാണിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ 2 വർഷമായി ഞാൻ സ്വന്തം മകനായി വളർത്തിയ തന്റെ മകനെ കാശിനു വേണ്ടി നിനക്ക് വിൽക്കണോ എന്ന രീതിയിൽ തന്നെ അവനെ നോക്കുന്നുണ്ട്. കുട്ടികൾ സാധാരണ അറിയാത്തവരടുത്തേക്ക് പോവാതെ അമ്മമാരെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുമല്ലോ, അതുപോലെ തന്നെ കുട്ടി ഹീറോയിന്റെ കാലിൽ പിടിച്ച് പോവാതെ കരയുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്കാവട്ടെ അവളില്ലാതെ എന്തായാലും മകൻ തന്നോടൊപ്പം വരില്ല എന്ന് മനസ്സിലാവുകയും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരവും അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഉടനടി തന്നെ അവൻ ഹീറോയിനെ തൂക്കിയെടുത്ത് അവന്റെ ചുമലിലേക്ക് ഏറ്റുന്നു. ഹീറോയിൻ ആവട്ടെ വിടടാ എന്നെ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആര് കേൾക്കാൻ. അവനാണെങ്കിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെ അവളെ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ട് ചുറ്റും കൂടി നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളാരും ഇതുവരെ ഭാര്യയും ഭർത്താവും വഴക്കിടുന്നത് കണ്ടിട്ടില്ലേ, എല്ലാവരും പോവാൻ നോക്കുമെന്ന് തന്നെ ഹീറോ അവരോട് പറയുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ അവരോട് അങ്ങനെ പറഞ്ഞത്. നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സൈലന്റായി എന്റോടൊപ്പം വരാൻ നോക്ക്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാനാണ് പുറപ്പാടെങ്കിൽ തീർച്ചയായും അത് നിനക്ക് തന്നെ നെഗറ്റീവായി ബാധിക്കുമെന്ന് കേട്ടപ്പോൾ പിന്നീടൊന്നും ഹീറോയിൻ പറയാൻ പോയതുമില്ല. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഹീറോയിനെയും കുഞ്ഞിനെയും അവന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അവളുടെ എല്ലാ വിവരങ്ങളും ഇതിനോടകം തന്നെ അവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു. അവൾ എവിടെയാണ് പഠിച്ചതെന്നും വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് ആയതിനെ പറ്റിയും അവൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ സാധിക്കില്ല എന്നതിനെ പറ്റി പോലും ഹീറോ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അമ്പരപ്പോടെ തന്നെ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് അവൾ ചോദിക്കുമ്പോൾ, എന്താ എന്നെ കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് നീ കരുതിയോ എന്ന് തന്നെ അവൻ അഹങ്കാരത്തോടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, 2 വർഷമായി ജോലിക്ക് പോലും പോരെ നീ എങ്ങനെയാണ് തന്റെ മകനെ വളർത്തിയെന്ന് അവൻ സംശയത്തോടെ തന്നെ അവളെടുത്ത് തിരക്കുന്നുണ്ട്. അത് പിന്നെ എന്റെ ഹസ്ബൻഡ് എന്നെ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പണം നൽകിയിരുന്നു. ആ പണം കൊണ്ടാണ് കുഞ്ഞിനെ ഞാൻ വളർത്തിയത്, അല്ലാതെ ചെറിയ കുട്ടിയും വെച്ച് എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ലല്ലോ എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ശരി, ഞാൻ നിനക്ക് നല്ലൊരു ഓഫർ തന്നെ തരാം. തന്റെ മകന് താനാണ് അവന്റെ അച്ഛനെന്ന് മനസ്സിലാവുന്ന പ്രായം വരെ നീ അവന്റെ കൂടെ നിന്ന് വളർത്തിക്കോ. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും നൽകാമെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ കുഞ്ഞിനെ വിട്ട് വേർപിരിയാതിരുന്നാൽ മാത്രം മതി. വളരെ ചെറിയ പ്രായമല്ലേ ആ കുട്ടിക്ക്, ഇച്ചിരി വളർന്നു കഴിഞ്ഞാലും അവനെ വിട്ടു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ഹീറോയിൻ വിചാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോയിനെ വിട്ടുപിരിഞ്ഞ കുട്ടി ഒരിക്കൽ പോലും മാറി നിന്നിട്ടില്ല. അഥവാ അവളെ കാണാതാവുമ്പോൾ ഒരുപാട് കുഞ്ഞ് എങ്ങിക്കരയുകയാണെങ്കിൽ അവന് സുഖമില്ലാതായാലോ എന്ന് ഭയന്ന് അവിടെ തന്നെ തുടരാൻ ഹീറോയിൻ തീരുമാനിക്കുകയും അതിനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് കുട്ടി ആരാണ് വഴിയരികിൽ ഉപേക്ഷിച്ചു പോയേ എന്ന് ഹീറോയിൻ തിരക്കുന്നത്. തന്റെ വൈഫ് കുഞ്ഞിന്റെ ഡെലിവറി സമയത്ത് ഓപ്പറേഷൻ ടൈമിൽ തന്നെ മരിച്ചു പോവുകയും പിന്നീട് കുഞ്ഞിനെ വളർത്താനായി ഒരു ആയയെ ഏൽപ്പിക്കുകയായിരുന്നു. ആയ കുഞ്ഞിനെ നന്നായി നോക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ അവരെ വഴക്ക് പറഞ്ഞിരുന്നു. ആ ദേഷ്യത്തിലാവട്ടെ അവര് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി എവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഓടിപ്പോവുകയായിരുന്നു എന്ന് ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. ഹീറോയിനും അവൻ പറഞ്ഞത് കേട്ടിട്ട് ചിലപ്പോൾ അത് ഉള്ളയാണെന്ന് തോന്നുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ അവൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹീറോയിനും അവന്റെ വീട്ടിൽ തന്നെ ഒരു മുറി കൊടുക്കുന്നുണ്ട്. അവള് ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ കതവിനാരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. വീട്ടുജോലിക്കാരിയായിരുന്നു. കുഞ്ഞ് നിർത്താതെ കരയുന്നു എന്ന് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ ചെന്ന് നോക്കിയപ്പോഴോ കുഞ്ഞ് നിർത്താതെ കരയുകയായിരുന്നു. കുളി കഴിഞ്ഞ് തലയും ദേഹവും നന്നായി തുടയ്ക്കാതെ തന്നെ കുഞ്ഞിന് വസ്ത്രങ്ങൾ ധരിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് നന്നായി പനിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ ഹീറോയിനെയും കൂട്ടി കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി ഹീറോയിൻ വല്ലാതെ വേദനയോടെ തന്നെ പറയുന്നുണ്ട്, അവനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാനായി ഞാൻ കൊടുക്കാറുണ്ട്. അതെല്ലാം കഴിക്കുന്ന രീതിയിൽ തന്നെ അവനെ പാകപ്പെടുത്തി മാറ്റിയിരിക്കുന്നു. എന്നാൽ ചില ഇലവർഗ്ഗങ്ങളെല്ലാം അവൻ അലർജിയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഫീൽ ചെയ്ത് അവൾ കരയുന്നുണ്ട്. അവളിങ്ങനെ വിഷമിക്കുന്നതൊക്കെ കണ്ടിട്ട് ഹീറോയ്ക്ക് വല്ലാത്ത ആശ്ചര്യമായിരുന്നു. കാരണം തന്റെ മകന്റെ മേലിൽ അവൾ ഇത്രത്തോളം സ്നേഹവും കരുതലും കാണിക്കേണ്ടതുണ്ടോ എന്ന് അവന് തോന്നുന്നുണ്ട്. അങ്ങനെ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കാനായി ഹീറോയിൻ പുറത്തേക്ക് പോകുന്നുണ്ട്.
പോകുന്ന വഴിയിൽ ഹീറോയിൻ ആവട്ടെ അവളുടെ എക്സ് ഹസ്ബൻഡിനെ കൂട്ടിയിടിക്കുന്നുണ്ട്. അവൾ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഓൾറെഡി അവർ ഡിവോഴ്സ് ആയിട്ട് 1 വർഷം ആവുന്നു. അപ്പോഴേക്കും 9 മാസം കഴിഞ്ഞ ഒരു കുട്ടി അവന്റെ കയ്യിലിരിക്കുന്നു. ഇതൊക്കെ എപ്പോഴായിരുന്നു എന്ന മട്ടിൽ തന്നെ ഹീറോയിൻ അമ്പരപ്പോടെ അവനെ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ അതിനെപ്പറ്റിയൊന്നും അവനോട് ചോദിച്ചില്ല. നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് മാത്രം അയാൾ അവളോട് തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ സെക്രട്ടറി ആവട്ടെ നീയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിന്റെ കൂടെ സംസാരിക്കാനായി വരുന്നുണ്ട്. നിങ്ങളിരുവരും വിവാഹിതരായോ? തീർച്ചയായും ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ അവരിരുവരും അഫെയറിലായിരിക്കാമെന്ന നിഗമനത്തിൽ ഹീറോയിൻ എത്തുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവന്റെ വീട്ടുകാര് നിന്നെ വലിച്ചെറിഞ്ഞത് തന്നെ. അത് നീ അങ്ങ് മറന്നുപോയോ? എന്തു തന്നെയായാലും ഇനിയും നിനക്കൊരു ജീവിതം ലഭിക്കാനും പോകുന്നില്ല. നിന്നോടൊപ്പം ജീവിക്കാനായി ആരും വരാനും പോകുന്നില്ല. എന്തായാലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിന്നെ ആരും വിവാഹം കഴിക്കാനും പോകുന്നില്ല. ദയവ് ചെയ്ത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നീ വന്ന് നിൽക്കരുത്, എന്റെ കുഞ്ഞിനെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് അതും ഇതും ആ പെൺകുട്ടി അവളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തു പറ്റി ബേബി? എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വരാന്ന് പറഞ്ഞ് നീ പോയതല്ലേ? എനിക്ക് നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഞാൻ എത്രത്തോളം നിന്നെ മിസ് ചെയ്തെന്ന് അറിയാമോ എന്ന് ഹീറോ പെട്ടെന്ന് അവർക്കിടയിലേക്ക് കയറി വന്ന ഹീറോയിനോട് പറയുന്നുണ്ട്. അവരിരുവരും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ആരാണ് ഇവനെന്ന മട്ടിൽ തന്നെ ഹീറോയെ നോക്കുമ്പോഴാവട്ടെ അവൻ ധരിച്ചിരിക്കുന്ന കോട്ടും വാച്ചും ഒക്കെ ബ്രാൻഡഡ് ആണ്. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന മട്ടിൽ തന്നെ ആ സ്ത്രീ അവനെ ചുഴിഞ്ഞു നോക്കുന്നു. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുന്നു. എന്തോന്ന് ബോയ് ഫ്രണ്ട് എന്നോ? ഇവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമെന്ന് നിനക്കറിയാമോ ഇല്ലയോ? കുട്ടികൾ ഉണ്ടാവില്ല എന്ന കാരണത്താൽ തന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു കളയുന്ന ഒരുത്തനല്ല ഞാൻ. അതൊക്കെ നിന്റെ ഹസ്ബൻഡാണ്. അവനോട് നീ സംസാരിച്ചാൽ മതി ഇങ്ങനെയൊക്കെ. പിന്നെ ഹീറോയിനെ നോക്കിയിട്ട് ഇവന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് നിങ്ങൾ ഇരുവരും ഡിവോഴ്സ് ആയ ടൈമിലെ സൈസ് പോലെ അല്ലല്ലോ തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇരുവരും ഡിവോഴ്സ് ആവുന്നതിന് മുമ്പേ ഉള്ളതായിരിക്കും. ഇവൾ ചിലപ്പോൾ അന്നേ പ്രഗ്നന്റ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരിരുവരെ നാണം കെടുത്തുന്നുണ്ട് ഹീറോ. ഉടനടി തന്നെ അവളുടെ ഇരു തോളിലേക്ക് കൈവച്ചതിന് ശേഷം ഇവിടെ നിന്നാൽ നമ്മളെ ചുറ്റി എന്തോ നെഗറ്റിവിറ്റി ഉള്ളതുപോലെ തോന്നുന്നു, നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയിനെ കൂട്ടി അവനവിടെ നിന്ന് പോകുന്നു. ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡ് ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ പോകുന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എന്താ വീണ്ടും അവളെ കണ്ടപ്പോൾ നീ അങ്ങ് മയങ്ങിപ്പോയോ? വീണ്ടും അവളോട് പോയി ജോയിൻ ചെയ്യാൻ വല്ല താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവള് ദേഷ്യത്തോടെ തന്നെ അവനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും പോയ റൂമിലേക്ക് അവൾ ചെന്ന് നോക്കുന്നുണ്ട്. അത് VIP റൂമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടിയെ അവള് കാണുന്നുണ്ട്. ഒരു കുട്ടിയുള്ളവനെ തന്നെ അവള് പിടിച്ചല്ലോ എന്ന് അവള് മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം ഗൂച്ചിങ് ആവട്ടെ ഹീറോയിനെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് തീരെ ടേസ്റ്റ് ഇല്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനൊരുത്തനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്നും പറയുന്നു. അതുമാത്രമല്ല കുറച്ചൊക്കെ ചിരിച്ചു സംസാരിച്ചാൽ പിന്നെ നിന്റെ മുഖത്ത് നോക്കാൻ സാധിക്കും, പക്ഷെ കരയുന്ന കണ്ടാൽ തീരെ സഹിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ ആരാണ് ഇവനെന്ന മട്ടിൽ തന്നെ അവന്റെ മുഖത്തേക്ക് അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. പിന്നീട് മുറിയിലേക്ക് പോയ ഹീറോയ്ക്കാവട്ടെ ഹീറോയിൻ എങ്ങനെ കുഞ്ഞിന് പൊടിപ്പാല് നൽകാമെന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ് അങ്ങനെ ചെയ് എന്നൊക്കെ അവള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവനും അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വെള്ളം ചേർത്ത് കുറച്ച് പൊടിയും ചേർത്ത് അവനത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുലുക്കി നോക്കുന്നുണ്ടെങ്കിലും കുപ്പി തെറിച്ച് ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവള് വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്, കുഞ്ഞിന്റെ ദേഹത്തേക്ക് എങ്ങനെ വീഴുമെന്ന് പേടിച്ചിട്ട്. അതിനുശേഷം അവള് തന്നെ വന്നിട്ട് ഇത്രത്തോളം വെള്ളം എടുക്കാവൂ, ഇത്രത്തോളം പൊടിയെ കലക്കാവൂ, പിന്നീട് ടെമ്പറേച്ചർ നോക്കണം, ടെമ്പറേച്ചർ നോക്കിയിട്ട് മാത്രമേ കുഞ്ഞിന് പാല് കൊടുക്കാവൂ എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയും ഇതൊക്കെ പഠിക്കുന്നത്. എന്നാൽ അവൻ ഇതൊക്കെ പഠിച്ചതിന് ശേഷം കുഞ്ഞിനെ വിട്ട് അവൾ ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് വല്ലാതെ വിഷമിച്ച് നിൽക്കുകയും അവനോട് പറയുന്നുണ്ട്, ഞാൻ കുറെ നാളുകൾക്ക് ശേഷമല്ലേ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്, എനിക്കിവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഞാൻ പോയി എന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാമെന്ന്. ഹീറോ ആവട്ടെ കൂടെ ആളെ അയക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, താൻ തനിയെ തന്നെ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതിന് പിന്നാലെ തന്നെ എന്റെ പൊന്നു മോനല്ലേ ഒന്ന് കിടന്നുറങ്ങുന്നു പറഞ്ഞ് ഹീറോ അവനോട് കെഞ്ചുന്നുണ്ട്. പക്ഷെ കുഞ്ഞെവിടുന്ന് കേൾക്കാൻ, അമ്മയെ വേണമെന്ന് പറഞ്ഞ് അവൻ അലറി വിളിക്കുന്നുണ്ട്. കരഞ്ഞു കുഞ്ഞാവട്ടെ കുടിച്ച പാൽ വരെ കൗട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ വല്ലാതെ പരിഭ്രാന്തനാവുന്നു. ഇതിനു മുമ്പ് അവൻ ഇങ്ങനെയൊന്നും കാണാത്തത് കൊണ്ടും കുഞ്ഞിനെ പരിപാലിക്കാത്തത് കൊണ്ടും തന്നെ അവസാനം അവനവട്ടെ അവന്റെ കൈകൾ പിടിച്ചു കൊടുക്കുന്നു. എന്നാൽ കുഞ്ഞ് കവട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അവന് തന്നെ വൊമിറ്റിംഗ് അനുഭവപ്പെടുന്നു. കൈ കഴുകാൻ അങ്ങോട്ട് തിരിഞ്ഞ നേരമേ ആയുള്ളൂ. കുട്ടിയാവട്ടെ പാൽ പൗഡർ മുഴുവൻ തറയിലേക്ക് തട്ടിയിട്ട് ആ പൊടിയെല്ലാം ഹീറോയുടെ ദേഹം മൊത്തം വെച്ച് തേക്കുകയായിരുന്നു. ഗൂച്ചങ്ങിന്റെ അസിസ്റ്റന്റിനാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വേണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോകുന്നു.
എടാ ദ്രോഹി, എന്നെ തനിച്ചിവിടാക്കിയിട്ട് പോയോ? ഈ മാസം നിനക്ക് ശമ്പളം ഇല്ല എന്ന് പറഞ്ഞു ഹീറോ ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ പോയിട്ട് ഏകദേശം അരമണിക്കൂർ പോലും ആയിരുന്നില്ല. ഈ ഒരു ചെറിയ ടൈമിൽ പോലും ആ കുഞ്ഞിനെ അവന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമാണ് അവിടെ അവളുടെ എക്സ് ഹസ്ബൻഡും അയാളുടെ കുടുംബവും താമസിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. ഈ അപ്പാർട്ട്മെന്റ് ആവട്ടെ രണ്ടുപേരും വിവാഹശേഷം ഷെയർ ചെയ്ത് വാങ്ങിയതാണ്. ഡിവോഴ്സ് ആയതിനു ശേഷം ഹീറോയിന്റെ പേരിലേക്ക് അത് എഴുതി കൊടുത്തെങ്കിൽ പോലും ഇപ്പോൾ അവൾ അറിയാതെ അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അവിടെ ചെന്നപ്പോൾ മാത്രമാണ് അവൾക്കും മനസ്സിലായത്. വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഹീറോയിൻ പോലീസിനെ വിളിക്കുന്നുണ്ട്. കുറച്ചു നാളുകളായി താമസമില്ലാത്ത തന്റെ അപ്പാർട്ട്മെന്റില് മറ്റൊരു കുടുംബം തന്നെ അറിയിക്കാതെ താമസമായെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡിനെയും പോലീസ് അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ പോലീസ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നിങ്ങളുടെ എക്സ് വൈഫിന്റെ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്? ഇത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കോർട്ട് ഓൾറെഡി ഓർഡർ നൽകിയിട്ടുള്ളതല്ലേ? നിങ്ങളുടെ എക്സ് വൈഫ് ആവട്ടെ ഇതിനെതിരെ ലീഗലി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ നടപടികൾ തുടർന്ന് ചെയ്തേ മതിയാവൂ എന്ന് പോലീസ് അവനോട് പറയുന്നുണ്ട്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോയത്? നമ്മൾക്ക് രണ്ടുപേർക്കും സംസാരിച്ചു തീർക്കാനുള്ള പ്രശ്നമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അവനാവട്ടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ, ഇത് എന്റെ വീടാണ്, എന്റെ പെർമിഷൻ പോലും ചോദിക്കാതെ നീ നിന്റെ കുടുംബവും ഇവിടെ കയറി താമസിച്ചത് അത് ശരിയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയാതെ അവൻ വല്ലാതെ പതറുന്നുണ്ട്. ഇതേ സമയം തന്നെ അവന്റെ അമ്മയും വൈഫും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. അവരെപ്പോഴും ഹീറോയിനോട് മോശമായി മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നു. നിനക്കാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവ് പോലും ഇല്ല. അങ്ങനെയുള്ള നീ എന്തിനാണ് എന്റെ മകന്റെ സമ്പാദ്യത്തിലുള്ള വീട് അവകാശപ്പെടുന്നതെന്ന് ആ സ്ത്രീ അവളോട് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മകന്റെ സമ്പാദ്യം മാത്രം കൊണ്ടുണ്ടാക്കിയതൊന്നുമല്ല, എന്റെയും കൂടെയാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അവകാശപ്പെടേണ്ട കാര്യമില്ല. 2 വർഷം എന്റെ മകനോടൊപ്പം ജീവിച്ച് അവന്റെ ലൈഫ് വെറുതെ വേസ്റ്റാക്കി ഈ 2 വർഷത്തിനിടയിൽ തന്റെ മകനൊരു കുഞ്ഞിനെ കൊടുക്കാൻ പോലും നിനക്ക് സാധിച്ചില്ല. അങ്ങനെ ഒരുത്തിക്ക് വേണ്ടിയിട്ട് വീടെന്നല്ല ഒന്നും നൽകേണ്ട കാര്യമില്ലെന്ന് തന്നെ ആ സ്ത്രീ തറപ്പിച്ചു പറയുന്നുണ്ട്. രണ്ടാമത്തെ ഭാര്യയാവട്ടെ, മര്യാദയ്ക്ക് ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ട് പൊക്കോ, ഞങ്ങൾക്ക് കുട്ടിയൊക്കെ ഉള്ളതാണ്, നിനക്ക് എന്താണുള്ളത്? നിന്റെ കയ്യിൽ യാതൊന്നും ഇല്ലല്ലോ എന്നവൾ പറയുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങളോട് വഴക്കിട്ട് നിൽക്കാൻ സാധിക്കില്ല. നിന്റെ കൂടെ ആരുമില്ല, നിനക്ക് സഹായത്തിന് ആരും വരാനും പോകുന്നില്ല. അതുകൊണ്ട് വീട് ഞങ്ങൾക്ക് തന്നിട്ട് പോവാൻ നോക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഒരാൾ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഹീറോ ആയിരുന്നു. അവൾക്ക് ആരുമില്ലാന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അവൾക്ക് ഞാനുണ്ടെന്ന് ഹീറോ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നേന്ന് ഹീറോയിനും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത്, നിങ്ങൾ കോർട്ട് ഓർഡറിന് വില തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്താൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. 5 മില്യൺ അവൾക്ക് നിങ്ങൾ നൽകേണ്ടി വരുമെന്ന് തന്നെ ഹീറോ തറപ്പിച്ച് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ അവരെല്ലാവരും വല്ലാതെ ടെൻഷനിലായി പോകുന്നു. 5 മില്യണോ? 5 മില്യണൊന്നും ഞങ്ങളുടെ പക്കല് തരാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇത്രയും നാളും അവളുടെ വീട്ടിൽ താമസിച്ചതല്ലേ, ഒരു 2 മില്യൺ അവൾക്ക് കൊടുത്തിട്ട് അവളോട് ക്ഷമയും ചോദിച്ചോ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നും പറഞ്ഞ് ഹീറോ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഗോച്ചിങ് ആവട്ടെ ഒരു വക്കീലിനെയും കൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ഈ വിവരത്തെ പറ്റിയൊക്കെ എങ്ങനെ അവൻ മനസ്സിലാക്കി എന്നുള്ള ആശ്ചര്യത്തോടെ തന്നെ ഹീറോയിൻ അവനെ മിഴിച്ചു നോക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ 5 മില്യൺ, അല്ലെങ്കിൽ 2 മില്യൺ, നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്നും പറഞ്ഞ് ഹീറോയിനോട് സോഫയിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെടുകയും ഇവർക്ക് 3 മിനിറ്റ് ടൈം കൊടുക്കാം, അതിനുശേഷം അവർ തന്നെ എന്ത് വേണമെന്ന് തീരുമാനിച്ചോട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. വേറെ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ എക്സ് ഹസ്ബൻഡ് ആവട്ടെ ഇനി ഒരിക്കലും ആ വീടിന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും 2 മില്യൺ അവൾക്ക് നൽകുകയും ചെയ്തിട്ട് അവിടം വിട്ടു പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം ഹീറോ എടുത്ത് അവളെ വീണ്ടും തിരക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന്. നിന്റെ എക്സ് ഹസ്ബൻഡ് ആവട്ടെ ഫോണിലൂടെ വീട്ടില് പോലീസ് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. അങ്ങനെ ഗസ് ചെയ്താണ് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. ധൃതിയിൽ വന്നതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ ലോയറുടെ കാറിലാണ് വന്നത്. പിന്നീട് ഹീറോയിനും ഒരു ടാക്സിയിലാണ് മടങ്ങിപ്പോകുന്നത്. ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡും കുടുംബവും ഈ കാഴ്ച കണ്ടിരുന്നു. ആ സ്ത്രീകളാവട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ അത്ര പണക്കാരനൊന്നുമില്ല, അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ പുളിങ്കൊമ്പിൽ പിടിച്ചതുപോലെയാണെന്നൊക്കെ. എന്നാൽ ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡിന് മാത്രം കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമായി തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് എവിടെ വെച്ചോ അവനെ കണ്ടിട്ടുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് അയാൾ അവനെ നോക്കുന്നത്. ഏതോ ഒരു മീറ്റിംഗിൽ അവനെ കണ്ടതുപോലെ തോന്നുന്നു, പക്ഷേ കൃത്യമായി അവനും അറിയില്ല എവിടെ വെച്ചാണെന്ന്. ഗോച്ചിങ്ങും ഹീറോയിനും വീട്ടിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് എത്രത്തോളം സെക്രട്ടറിയെ കൊച്ചുകുട്ടി പാടുപെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അയാളുടെ മുഖമാകെ
സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹീറോയിൻ ഹീറോയോട് പറയുന്നുണ്ട് കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന്. ഇതിന് ഹീറോ കുട്ടിയെ നോക്കുന്നത് നിനക്ക് വളരെ കഷ്ടപ്പാടായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇതിനപ്പുറം ഞാനും ജോലിക്ക് പോകാന്നാണ് വിചാരിക്കുന്നത്. എന്റെ ലൈഫും ഞാൻ നോക്കിയല്ലേ മതിയാവൂ. കുറച്ചു നാളത്തേക്ക് കുഞ്ഞിന് ഇവിടെ ഒക്കെ പരിചിതമാവുന്നവരെ നിന്നല്ലേ മതിയാവൂ. അത് കഴിഞ്ഞാൽ എന്റെ ലൈഫ് നോക്കി നല്ലൊരു ജോലിയൊക്കെ തേടി പോകണമെന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. അവൾ ഇവിടെ തന്നെ കുഞ്ഞിനെ നോക്കി കഴിഞ്ഞോളാൻ പറയണമെന്ന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നൈറ്റ് ആയപ്പോഴേക്കും ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടിയാവട്ടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയിനും അവനെ കളിപ്പിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വികൃതിയായ കൊച്ചുകുട്ടിയാവട്ടെ ഹീറോയെ വിടാതെ അവിടെ തന്നെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് അവിടം വിട്ട് പോകാനും സാധിച്ചില്ല. കുഞ്ഞിനോടൊപ്പം ഹീറോയിനോടൊപ്പം അവിടെ തന്നെ കിടക്കേണ്ടിയും വരുന്നു. കുഞ്ഞുറങ്ങിയതിനു ശേഷം അവിടം വിട്ട് പൊക്കോളാമെന്ന് ഹീറോയിനോട് അവൻ പറയുന്നുണ്ട്. ഹീറോയിനും അതിന് ശരി ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് നേരം വെളുത്തപ്പോൾ കുട്ടി എഴുന്നേറ്റെങ്കിലും അവരിരുവരും എഴുന്നേറ്റിരുന്നില്ല. അവരിരുവരുടെ നടുക്കിരുന്ന് തന്നെ മമ്മി ഡാഡി എന്ന് കൊച്ചു വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവര് കേൾക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും കൈയും ചേർത്ത് പിടിച്ച് നല്ല ഉറക്കമായിരുന്നു. അവസാനം ഉറക്കം ഉണർന്നപ്പോഴോ അയ്യോ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതിയിൽ എഴുന്നേൽക്കുന്നു. പിന്നീട് ഹീറോയിനാവട്ടെ അവളുടെ അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് കോള് വരുന്നുണ്ട്. തനിക്കിവിടെ വന്ന് പോകണമെന്നും തന്റെ അച്ഛന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്നും പറയുന്നു. ഹീറോ കൂടെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, നമ്മൾ ഇരുവരുമില്ലാതെ കുഞ്ഞ് വേറെ ആരുടെ അടുത്ത് നിൽക്കില്ല, ഞാനില്ലെങ്കിൽ നിങ്ങളെങ്കിലും ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഹീറോയുടെ മനസ്സാവട്ടെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കാരണം അവളോടൊപ്പം പോകേണ്ടതായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട്. കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് പോകാനും സാധിക്കില്ലല്ലോ. അവളുടെ അച്ഛനവിടെ ആക്സിഡന്റിന്റെ കാലിന് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും അവൾ ഈ നാട്ടിലുള്ള വിവരം അറിയില്ലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ അവൾ വന്നല്ലോ എന്ന് ആശ്ചര്യമായിരുന്നു ഇരുവരുടെയും മുഖത്ത്. എപ്പോഴാ മോളെ നീ ഇവിടേക്ക് എത്തിയത്, എത്ര നാൾ കഴിഞ്ഞാ നീ ഇവിടേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വല്ലാതെ സന്തോഷപ്പെടുന്നു. വീണ്ടും അവൾ വിവാഹിതയായി കാണണമെന്ന് അവളുടെ അമ്മ വല്ലാതെ ആഗ്രഹിക്കുകയും അവളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നിനക്ക് ബോയ് ഫ്രണ്ട് വല്ലതുമുണ്ടോ എന്ന്. ഈ നേരത്ത് ഇതൊക്കെയാണോ ചോദിക്കുന്നതെന്ന് അവൾ അമ്മയെടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ കമ്പനിയിലേക്ക് തന്റെ മകനുമായി പോയിരുന്നു. ഇതെന്താ ബോസ് കുട്ടിയുമായി വരുന്നതെന്ന് ആശ്ചര്യത്തോടെ തന്നെ എല്ലാവരും വായും പൊളിച്ചവനെ നോക്കുന്നുണ്ട്. കുഞ്ഞെന്ത് ചെയ്യുകയാണെന്ന് ഓരോ പ്രാവശ്യവും ഹീറോയ്ക്ക് മെസ്സേജ് അയച്ച് ഹീറോയിൻ തിരക്കുന്നുണ്ട്. ഇതിന് ഹീറോ ആവട്ടെ അവന്റെ ഫോട്ടോ എടുത്ത് എല്ലാ കാര്യങ്ങളും അപ്പോ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ ടെൻഷനൊന്നും അവണ്ട, കുഞ്ഞെന്നോടൊപ്പം തന്നെയുണ്ട്, അവന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ. മീറ്റിംഗ് നടക്കുന്ന നേരത്തും ഹീറോ ആവട്ടെ കുഞ്ഞുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ആശ്ചര്യത്തോടെ തന്നെ എന്തായി നടക്കുന്നതെന്ന മട്ടിൽ കുഞ്ഞിനെയും ഹീറോയെയും മാറി മാറി നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുഞ്ഞ് വല്ലാതെ കരയാൻ തുടങ്ങുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ വല്ലാതെ പരിഭ്രാന്തനാവുകയും നിങ്ങൾക്കൊക്കെ 2-3 കുട്ടികളില്ലേ, എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നു തന്നെ ഹീറോ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊരാളാവട്ടെ എന്റെ കുട്ടിക്ക് 8 വയസ്സായി, അതുകൊണ്ട് തന്നെ ഞാനെല്ലാം മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ കുട്ടിക്ക് വീഡിയോ കോൾ ചെയ്ത് ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടി നിർത്താതെ കരയുകയാണെന്നും അവൻ പറയുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾ അവന്റെ ഡയപ്പർ മാറ്റിയെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. രാവിലെ മുതൽ ഇപ്പോൾ വരെയും ഇതുവരെ മാറ്റിയിട്ടില്ല എന്നവൻ പറയുമ്പോൾ തന്നെ ദയവ് ചെയ്ത് ആ ഡയപ്പർ ഒന്ന് മാറ്റി കൊടുക്കുന്ന ഹീറോയിൻ പറയുന്നുണ്ട്. പാവം ആ കൊച്ചുകുട്ടി ഏകദേശം ആ ഡയപ്പർ പോലും 3-4 കിലോയ്ക്ക് അടുത്തായിരുന്നു. ഇത്രയും നേരമായി അത് മാറ്റാത്തത് കൊണ്ട് തന്നെ വല്ലാത്ത സ്മെല്ലും ഉണ്ടായിരുന്നു. എല്ലാവരും മൂക്ക് വരെ പൊത്തുന്നുണ്ട്. ആരെങ്കിലും ഇതൊന്ന് പിടിക്കാമോ എന്ന് തന്നെ ദയനീയമായി തന്നെ അവരെ നോക്കിക്കൊണ്ട് ഹീറോ ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അത് കയ്യിൽ വാങ്ങാനായി തുടങ്ങുന്നുണ്ടെങ്കിലും എന്തിനാ കയ്യിലേക്ക് വാങ്ങുന്നത്, ഈ ഡസ്റ്റ്ബിനിലേക്ക് ഇട്, അതിന് ഭയങ്കര നാറ്റമുണ്ടെന്ന് തന്നെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് മറ്റൊരു ഡയപ്പർ ധരിപ്പിക്കുന്നതിനാണ് ഇത്രയധികം സീനുകൾ അവിടെ ഉണ്ടാക്കിയതെന്ന് നോക്കിക്കോണേ. സാധാരണ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും കുട്ടികളെ പണിയൊപ്പിക്കുക. പിന്നെ അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ കഴിച്ചാലായി കഴിച്ചില്ലെങ്കിലായി. ഇവരാണെങ്കിൽ ഒരു ഡയപ്പർ മാറ്റിയതിന് ഏതോ വലിയ കാര്യം സാധിച്ച കണക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ഹീറോയിൻ ആവട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ ഹീറോയിന്റെ അമ്മയ്ക്ക് ചെറിയ ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങിയിരുന്നു. ഇവൾക്ക് ഏതോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് തന്നെ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ അവരൊരു കാര്യം പറയുന്നുണ്ട്. ഒരാഴ്ചക്ക് മുമ്പ് ഷെൻലി എന്ന് പറയുന്ന ഹീറോയിന്റെ ഒരു സുഹൃത്ത് അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഹീറോയിൻ അവളുടെ എക്സ് ഹസ്ബൻഡിനെ പ്രണയിക്കുന്നതിന് മുമ്പും അവരിരുവരും വിവാഹിതരാവുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഷെൻലിക്കാവട്ടെ എപ്പോഴും ഹീറോയിനോട് അസൂയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജ് ടൈമില് ആ പെൺകുട്ടിയാവട്ടെ ഹീറോയിനെ കൊണ്ട് ഒരുപാട് മദ്യം കുടിപ്പിക്കുകയും ഒരു മുറിയിലേക്ക് പറഞ്ഞുവിട്ട് ആ മുറി ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ആ മുറിയിലാവട്ടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഒട്ടും ബോധമില്ലാത്ത ഒരു യുവാവും ഉണ്ടായിരുന്നു. അങ്ങനെ അവരിരുവരും ഒരുമിച്ച് ഒരു രാത്രി ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓർത്തെടുത്ത ഹീറോയിൻ ആവട്ടെ ദയവ് ചെയ്ത് അവളുടെ കയ്യിൽ തന്റെ ഫോൺ നമ്പർ പോലും കൊടുക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹീറോ ആവട്ടെ ഇതേ സമയം കൊച്ചുകുട്ടിയെടുത്ത് നിന്റെ അമ്മയെ പോയി കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. കൊച്ചുകുട്ടിയാവട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ വാ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന്
ഹീറോയുടെ മെസ്സേജ് വരുന്നുണ്ട്. അവളാണെങ്കിൽ ധൃതിയിൽ തന്നെ അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ സംശയം തോന്നുന്നുണ്ട്. എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് ഹീറോയിൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവളുടെ ഓട്ടം കണ്ടപ്പോഴേ അമ്മ ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട്, അവൾക്ക് സംതിങ് എന്തോ ഉണ്ട്, തീർച്ചയായും അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷമെന്ന് തന്നെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇതേ സമയം തന്നെ ദയവ് ചെയ്ത് വീട്ടിലേക്ക് വരരുതെന്നും തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിലെ റൂം എടുത്ത് സ്റ്റേ ചെയ്താൽ മതിയാവുമെന്നും അവിടെ വന്ന് കുഞ്ഞിനെ കണ്ടോളാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഹീറോയിന്റെ ഫ്രണ്ടായ ഷെൻലി ഇല്ലേ, അവിടേക്ക് വന്നിട്ട് നീ അന്നത്തെ പോലെ തന്നെ ഇരിക്കുവാണല്ലോ, ഒരു മാറ്റവുമില്ല, നീ ഡിവോഴ്സ് ആയെന്ന് കേട്ടല്ലോ, സത്യമാണോ? ഞാൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടെന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. അവളുടെ മുഖത്ത് പോലും നോക്കാതെയാണ് ഹീറോയിൻ അത് പറയുന്നത്. അത്രത്തോളം ആ പെൺകുട്ടിയെ ഹീറോയിൻ ഇഷ്ടമല്ല. ഇതേ സമയം തന്നെയാണ് ഹീറോ അവിടേക്ക് വരുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയെ കണ്ട് വല്ലാതെ ഷോക്കാവുന്നുണ്ട്. കാരണം അവരിരുവരും കസിൻസ് ആണ്. നീ എന്താണ് ഇവിടെ എന്ന് ആ പെൺകുട്ടി അവനോട് ചോദിക്കുന്നുണ്ട്. ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഹീറോ പറയുമ്പോൾ എന്തോന്ന് ഗേൾ ഫ്രണ്ടോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഹീറോയ്ക്കും അവളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത്ര ഗവനിക്കാതെ തന്നെ ഹീറോയിനും കുട്ടി വാ പോവാന്ന് പറഞ്ഞ് ഹീറോ കുഞ്ഞുമായി അവിടെ നിന്ന് പോകുന്നു. ഷെൻലിക്ക് ഇതിനു മുമ്പ് തന്നെ ഹീറോയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മദ്യപിച്ച ഹീറോയിനെ ഒരു മുറിയിലേക്ക് പറഞ്ഞുവിട്ട് അവൾ പൂട്ടിയിരുന്നല്ലോ. ആ മുറിയിലുണ്ടായിരുന്ന യുവാവ് വേറെ ആരുമായിരുന്നില്ല, ഹീറോ ആയിരുന്നു. കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് തന്നെ അന്ന് തന്നെ ഹീറോ അവളോട് ചോദിച്ചതായിരുന്നു. അതിനാ പെൺകുട്ടിയാവട്ടെ എനിക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണെന്ന് എങ്ങനെ അറിയാനാണ് എന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ തന്ന വൈൻ കുടിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടേ എന്ന് ഹീറോ പറയുന്നുണ്ട്. വൈൻ കുടിച്ച് നിനക്ക് ബോധമില്ലാതായെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ആ മുറിയിലുണ്ടായിരുന്നത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലാതെ എനിക്ക് അവളെ കുറിച്ച് വ്യക്തമായൊന്നും അറിയില്ല എന്ന് അന്ന് അവൾ പറഞ്ഞിരുന്നു. ഇതിൽ നിന്ന് തന്നെ ഹീറോയിനും തന്നെയാണ് അന്ന് ഫസ്റ്റ് ഒന്നായിരുന്നത്. പക്ഷെ ഇരുവർക്കും ആ വിവരത്തെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഷെൻലിക്കാവട്ടെ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് വീണ്ടും ഒന്നു ചേർന്നത്, ആ കുട്ടി ആരുടെയാണെന്നൊക്കെ ഓർത്തിട്ട് വല്ലാതെ തലപുകയുന്നുണ്ടായിരുന്നു. ഗൂച്ചിങ്ങാവട്ടെ അവളോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നീ ആ ഷെൻലിയോട് സംസാരിക്കരുത്, അവളൊരു നല്ല പെൺകുട്ടിയല്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് ഇതിനു മുമ്പ് തന്നെ അറിയാം. അവൾ നിങ്ങളുടെ കസിനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്റെ കസിനാണ്, പക്ഷെ അവളുമായി അത്ര ടച്ച് ഒന്നും എനിക്കില്ല എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. വീട്ടിലേക്ക് ഹീറോ ആവട്ടെ ടാക്സിയിലാണ് ഹീറോയിനെ കൊണ്ടാക്കുന്നത്. മമ്മി പോവുകയാണെന്ന് പറഞ്ഞ് കുട്ടിയോട് അവൾ സംസാരിക്കുമ്പോൾ തന്നെ ഹീറോയിന്റെ അമ്മ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഗൂച്ചിങ്ങിന് അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഹീറോയിനാവട്ടെ അവരിരുവരെ പിടിച്ച് പിന്നിലേക്ക് തള്ളുകയായിരുന്നു. അമ്മ കാണുന്നതിന് മുമ്പ് പൊക്കോ എന്ന് പറഞ്ഞതിനെ അവരിരുവരെ കാറിൽ കയറ്റി വിടുകയും ചെയ്യുന്നു. കൊച്ചുകുട്ടിയെ കണ്ടത് മുതൽ അവളുടെ അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം കയറിക്കൂടുന്നുണ്ട്. എന്തിനാടി ആ കൊച്ചുകുട്ടിയെ നീ ഇങ്ങനെ പറഞ്ഞു വിട്ടത്, നിന്റെ ഫ്രണ്ട് ആയാലും കുഴപ്പമില്ല, വീട്ടിലേക്ക് വരാൻ പറ കൊച്ചുകുട്ടിയെയും കൂട്ടിക്കൊണ്ട്. എന്ത് ക്യൂട്ടാണ് ആ കുട്ടി, അവനെയും കൂട്ടിക്കൊണ്ടുവന്നാൽ അവനുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നു. അവരിരുവരും ഇതിനോടകം തന്നെ ഒരു ഫാമിലിയായി മാറിക്കഴിഞ്ഞിരുന്നു. സിറ്റി മുഴുവൻ കറങ്ങാൻ പോവുകയും ഒരുമിച്ച് പാർക്കിലൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഹീറോയുടെ മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് കുഞ്ഞുമായി ഹീറോ വരുന്നുണ്ട്. ഷെൻലിയെ ഗവനിക്കാതെ തന്നെയാണ് ഹീറോ നടന്നുപോയത്. ഇത് ശ്രദ്ധിച്ച് അവളുടെ അച്ഛനാവട്ടെ മുഴുവൻ കമ്പനിയും അവന്റെ കയ്യിലാണ്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് പറയണമെന്ന് അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടപ്പോൾ ഹീറോയുടെ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനെ കുറിച്ചുള്ള കാര്യം ഹീറോ പറയുന്നത് തന്നെ. 2 വർഷം അവളാണ് കുഞ്ഞിനെ വളർത്തി എന്ന് പറയുന്നുണ്ട്. എന്താ അവളെ കൂട്ടിക്കൊണ്ട് വരാനേയും ചോദിച്ച് മുത്തശ്ശി ഫീൽ ചെയ്യുന്ന കണ്ടിട്ട് തീർച്ചയായും അടുത്ത പ്രാവശ്യം അവളെയും കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ് ഹീറോ ഉറപ്പ് നൽകുന്നു. ഷെൻലി അവിടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് എന്റെ ഫ്രണ്ടാണ് അവൾ, ചെറുപ്പം മുതലേ ഉള്ള എന്റെ ഫ്രണ്ടാണ്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുന്നുണ്ട്. അവൻ അവിടെ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയി തന്നെ ഇരിക്കുന്നു. പിന്നീട് ഷെൻലി ആവട്ടെ ഹീറോയുടെ അടുത്ത് ചെന്നിട്ട് എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്, ഞാൻ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത്, അന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല ഹീറോയിനാണെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോയിനുമായി ചേർന്ന് ജീവിക്കണമെന്ന് തന്നെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. മുത്തശ്ശിയോട് അവൻ പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞാൻ പോവുകയാണ്, പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായും ഇവന്റെ അമ്മയും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. ഹീറോയിൽ നിന്ന് കോള് വന്ന ഉടനെ തന്നെ വളരെയധികം നെർവസ് ആയ ഹീറോയിനാവട്ടെ ദാ വരുന്നൊന്നും അമ്മയെടുത്ത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്തിനാ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് ഇവിടേക്ക് കയറി വന്നത് എന്നും പറഞ്ഞവൾ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഞാനെന്ത് ചെയ്യാനാണ്, കുഞ്ഞാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ച് കരയാൻ തുടങ്ങിയെന്ന് ഹീറോ പറയുന്നു. എനിക്ക് എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോ കള്ളം പറയുകയും മുത്തശ്ശി തന്നെയാണെന്ന് പറഞ്ഞ് ഹീറോയിനെ ഒരു നെക്ലേസ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് മുത്തശ്ശിയൊന്നും വാങ്ങിയതല്ല, ഹീറോ തന്നെ വാങ്ങിയതാണ്. എന്നെ കൊണ്ടതൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഹീറോയിൻ വ്യക്തമാക്കുന്നു. എന്നെ കൊണ്ടത് വേറെ ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല, ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാ, നീ തന്നെ വെച്ചോ എന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോയിന്റെ അമ്മയാവട്ടെ മനഃപൂർവ്വം തന്നെ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീറോയോടും കുഞ്ഞിനോടും സംസാരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്, നിങ്ങളും വാ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മ നടന്നു പോകുന്നു. കുഞ്ഞാവട്ടെ അവരെ മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ പോകുന്നത്. ഹീറോയിനാവട്ടെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വല്ലാതെ പേടിക്കുന്നുണ്ട്. അവളുടെ ഈ വ്യാകുലത കണ്ട ഹീറോ ആവട്ടെ എനിക്ക് ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളോടൊപ്പം ഡിന്നർ കഴിക്കാനായി സമയമുണ്ടെന്ന് പറയുന്നു. ഹീറോ ആവട്ടെ നേരെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അവളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
അവളുടെ അച്ഛനാവട്ടെ പകച്ചു നോക്കുന്ന കണ്ടിട്ട് തന്നെ അമ്മ എടുത്തു പറയുന്നുണ്ട് ഫ്രണ്ട് തന്നെയാണെന്ന്. വാ മോനെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് അച്ഛനാവട്ടെ ഹീറോയെ ക്ഷണിക്കുന്നുണ്ട്. അവരിരുവർക്കും നല്ലപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവാത്ത പോലെ നടിക്കുകയായിരുന്നു. ഹീറോയിന്റെ അമ്മയാവട്ടെ കുഞ്ഞിനെ പറ്റിയും കുഞ്ഞിന്റെ അമ്മയെ പറ്റിയൊക്കെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോയിനോട് പറഞ്ഞതുപോലെ തന്നെ ആ കഥയൊക്കെ ഹീറോയിന്റെ അമ്മയെടുത്തും പറയുന്നുണ്ട്. ഹീറോയിനെ ഇപ്പോൾ നോക്കുമ്പോഴൊക്കെ ആ പഴയ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഇവനെന്താ ഇങ്ങനെ വ്യത്യസ്തമായി തന്നെ നോക്കുന്നത്, വിചിത്രമായ രീതിയിൽ പെരുമാറുന്ന മട്ടിൽ തന്നെ ഹീറോയിൻ അവനെ നോക്കുന്നു. പിറ്റേ ദിവസം ഹീറോയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഹീറോയിനും ഉണ്ടായിരുന്നത്. ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ എങ്ങനെങ്കിലും ഒരു ജോലിക്ക് പോകണം. അതിന് ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടി ഒരുപാട് കമ്പനികളൊക്കെ സജസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, താൻ തന്നെ ഒരു ജോലി കണ്ടെത്തിക്കോളാമെന്ന് അവനോട് പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ കാണാനായി പോകുന്നുണ്ട്. ഇത്രയും പണക്കാരൻ അടുത്തുണ്ടായിട്ടും അവനെ എങ്ങനെയും കറക്റ്റ് ചെയ്ത് സെറ്റിൽ ആവാനുള്ളതിന് നീ ഇങ്ങനെ ലൂസ് മാതിരി ചുറ്റിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നു. നിനക്ക് തീരെ വിവരമില്ലെന്ന് പറഞ്ഞ് ഹീറോയിനും അവളെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹീറോയിന് വേണ്ടി ഹീറോ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എന്തിനാ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇല്ലില്ല, എനിക്ക് ഈ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങി വരുന്നത് കണ്ടു, അങ്ങനെ കാർ സ്റ്റോപ്പ് ചെയ്തതാണ്. വന്ന കാറിലേക്ക് കയറി, ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാമെന്നും അവൻ പറയുന്നു. എന്നാൽ ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ ഞാൻ കുറച്ച് ബിസിയാണ്, നിങ്ങൾ ഇരുവരും പൊക്കോ എന്ന് പറഞ്ഞ് ഹീറോയിനെ പറഞ്ഞയക്കുന്നുണ്ട്. കാറിലിരുന്നും ഹീറോ അവന്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഹീറോയിനോട് പറയുന്നുണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നീ ഇപ്പോൾ പറഞ്ഞാൽ പോലും എന്റെ കമ്പനിയിൽ ഒരുപാട് ജോലി ഒഴിവുകളുണ്ട്, അതിൽ ഏത് വേണമെങ്കിലും നിനക്ക് തരാമെന്നും അവൻ പറയുന്നു. എന്നാൽ അതൊന്നും വേണ്ടേ വേണ്ടെന്ന് തന്നെ ഹീറോയിൻ ആവർത്തിച്ച് പറയുന്നു. പിന്നീട് നൈറ്റ് ആയപ്പോൾ ഹീറോയിൻ ആവട്ടെ എനിക്ക് ജോബിനൊക്കെ അപ്ലൈ ചെയ്യണമായിരുന്നു, നിങ്ങളുടെ ലാപ്ടോപ്പ് ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റമേ ഉള്ളൂ, ഇത് നീ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് ഹീറോ മാറിക്കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ കാറിൽ വെച്ചൊരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തിരുന്നല്ലോ, അത് മതി എന്ന് ഹീറോയിൻ പറയുമ്പോൾ അത് തരാൻ സാധിക്കില്ല. കമ്പനി വക പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ലാപ്ടോപ്പാണത്, കമ്പനിയുടെ സീക്രട്ട് എല്ലാം അതിലാണുള്ളത്, അത് തരാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്തോന്ന് പറഞ്ഞ് എന്നെ ഹീറോയിനെ ഇവിടെ പിടിച്ചിരുത്തുകയും അവളുടെ മേലിൽ അഡ്വാൻറ്റേജ് എടുക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞ് അവളോട് ഒരുപാട് ക്ലോസ് ആയി നിൽക്കുകയും അവളുടെ കയ്യിൽ പിടിച്ച് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവൻ ക്ലോസ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംശയം തോന്നി ഹീറോയിനാവട്ടെ ഇപ്പോഴൊന്നും വേണ്ട, എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറച്ച് കടന്ന കൈയായി പോയി, വേണ്ടായിരുന്നു, ആകെ നാണക്കേടായി പോയല്ലോ എന്നൊക്കെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നു. അവസാനം ഹീറോയിൻ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്, എന്തായാലും ഹീറോയോട് തന്നെ ജോലി ചോദിക്കാമെന്ന്. എന്താന്ന് വെച്ചാൽ ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്തിട്ടും അവൾക്ക് ഒരു ജോബ് പോലും ലഭിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് അവന്റെ അടുത്ത് തന്നെ ചോദിക്കാമെന്ന് അവസാനം വിചാരിച്ചത്. അവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നൈറ്റ് അവൾ തന്നെയാണ് ഡിന്നർ വരെ കുക്ക് ചെയ്തിരുന്നത്. വളരെ ടയേർഡായിട്ടാണ് ഹീറോ വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നിരുന്നാലും അവൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഫുഡാണല്ലോ എന്ന് തിരക്കുന്നുമുണ്ട്. അതിന് വീട്ടുജോലിക്കാരിയാവട്ടെ ഇന്ന് ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേഡമാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി ചെയ്തതാണെന്ന് കേട്ടപ്പോൾ തന്നെ ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. താനെന്ന് ക്ലോസ് ആവാൻ ശ്രമിച്ചാൽ അകന്നകന്ന് പോവും, ഇപ്പോൾ എന്താ തനിക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ പറയുന്നുണ്ട് ജോലി സംബന്ധമായി സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇതായിരുന്നോ കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തന്റെ അടുത്തേക്ക് വരാനായി ഹീറോ അവളോട് ആവശ്യപ്പെടുന്നു. നേരത്തെ പോലെ തന്നെ ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ സംസാരിക്കുന്നുണ്ട്. പുതുതായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ മോഡൽസ്, ആക്ട്രസിനൊക്കെ മേക്കപ്പ് ചെയ്യലോ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതുപോലെ അറിയാവുന്ന കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വെച്ച് തുടങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കൂടെ പഠിച്ച് വർക്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, നീയും അവരോടൊപ്പം ചേർന്ന് പഠിച്ചതിന് ശേഷം വർക്കിൽ ഇൻവോൾവ് ചെയ്തോളാൻ തന്നെ ഹീറോ പറയുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. ഞാനിതിന് ഓക്കെയാണ്, മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്, ഈ ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഹീറോയിൻ എന്നെ സമ്മതം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ നാളെ തന്നെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുകയാണെന്നും എല്ലാം പഠിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഹീറോയ്ക്ക് ആവട്ടെ അവൾ അവിടം വിട്ട് പോകില്ലെന്നും എപ്പോഴും അവനോടൊപ്പം തന്നെ കാണുമല്ലോ എന്ന സന്തോഷമായിരുന്നു. പിന്നീട് കുഞ്ഞിന് പാല് കലക്കാനായി പോയ ഹീറോ ആവട്ടെ അബദ്ധവശാൽ കയ്യിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയും വളരെയധികം പരിഭ്രാന്തയായ ഹീറോയിനാവട്ടെ അവന് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കാനായി അവന്റെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നു. കുറച്ച് ചൂടുവെള്ളം വീണെന്ന് പറഞ്ഞ് അവനവിടെ വേദനിക്കാനാണ്. അവനവിടെ ഈ ടൈം കൊണ്ട് തന്നെ ഹീറോയിന്റെ അടുത്ത് റൊമാൻസ് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഓയിൻമെന്റുമായി മെയ്ഡ് അവിടേക്ക് വരുന്നുണ്ട്. അയ്യോ, എന്റെ കണ്ണിൽ എന്തോ വീണപ്പോൾ ഊതി തന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ ഹീറോയെ പിടിച്ച് തള്ളുന്നുണ്ട്. അവനാണെങ്കിൽ എല്ലാം പോയല്ലോ എന്ന മട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു അടിയായിരുന്നു അവനേറ്റത്. വേദന കാരണം ഒന്ന് നൂന്നു നിൽക്കാൻ പോലും അവൻ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. ഇടിച്ച് തള്ളേണ്ടിയിരുന്നില്ല എന്നോർത്തിട്ട് ഹീറോയിൻ വീണ്ടും വളരെയധികം നെർവസ് ആവുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ കുറിച്ച് തെറ്റായി കരുതരുതെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഇപ്പോൾ സമാധാനമായോ, കെയറിംഗ് ഒക്കെ മതി, ഇനിയും ഇതിൽ കൂടുതൽ തന്റെ ബോഡി ഡാമേജ് ചെയ്യരുതെന്ന മട്ടിൽ തന്നെ ഹീറോ അവളെ നോക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് കിടന്നപ്പോഴാവട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയിനും ഹീറോയും ഒരുമിച്ചായിരുന്ന ടൈമിലെ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയും അവന്റെ ഉറക്കം ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നുണ്ട്.
പിറ്റേ ദിവസം അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അവൻ ഓക്കെ ആയെന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവനോട് അത് ചോദിക്കാനുള്ള ചമ്മലും നാണക്കേടും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ മൂലമാണല്ലോ അങ്ങനെ ഒരു അവസ്ഥ അവനുണ്ടായതും. പിന്നീട് ഹീറോയിൻ അവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. പക്ഷെ വളരെ ലേറ്റ് ആയാണ് അവൾ വീട്ടിലേക്ക് എത്തുന്നത്. എന്താ ഇത്ര ലേറ്റ് ആയി വരുന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനെന്ത് ചെയ്യാനാണ്, അവിടെ തന്നെ ഇരുന്ന് ട്രെയിനിങ് എടുത്തേ മതിയാവൂ എന്ന് ഹീറോയിനും പറയുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ബോക്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാനായി. ഇതെല്ലാം എന്തിനാണ് ഇവിടെ വാങ്ങി വെച്ചതെന്ന് ഹീറോയിൻ അമ്പരപ്പോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും നീ വളരെ ലേറ്റ് ആയല്ലേ വീട്ടിലേക്ക് വരുന്നത്, ഇനി മുതൽ ഇവിടെ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തോളാൻ അവൻ പറയുന്നുണ്ട്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയിൻ അവിടെ തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്ത് ചെല്ലുന്നു. എന്ത് വേണമെന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ കുറച്ചു നേരത്തേക്ക് തനിക്ക് വേണ്ടി മോഡലായി ഇരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മോഡലോ? എനിക്കതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് മേക്കപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മുഖം ആവശ്യമാണല്ലോ. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യും? അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കുറച്ചു നേരത്തേക്ക് മോഡലായി ഇരിക്കാമോ എന്ന് ചോദിച്ചത്. ഓക്കെ അതൊന്നും ഒരു പ്രശ്നവുമില്ല, വന്ന് ചെയ്തോളാൻ തന്നെ ഹീറോ അവൾക്ക് അനുവാദം നൽകുന്നുണ്ട്. പാവം ഹീറോയിൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്ത് പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഹീറോയിൻ ഇങ്ങനെ ക്ലോസ് ആയി വരുന്നത് കൊണ്ട് തന്നെ അവന് മറ്റു ചില ഫീലിങ്സ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് തന്റെ ഫീലിങ്സ് പോലും മറച്ചു വെക്കാൻ സാധിക്കുന്നില്ലല്ലോ. എത്ര നേരം തന്നെ കൊണ്ട് കൺട്രോൾ ചെയ്തിരിക്കാൻ സാധിക്കുമെന്നൊക്കെ വിചാരിച്ച് ഹീറോ വല്ലാതെ നെർവസ് ആവുന്നു. തന്നെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും സാധിക്കില്ല, ദയവ് ചെയ്ത് തന്നെ വെറുതെ വിട്ടേക്കെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതിനു മുമ്പ് നിർത്തുന്നത് എങ്ങനെയാണെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ ഹീറോ ആവട്ടെ പെട്ടെന്ന് തന്നെ അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഹീറോയിനും അറിയില്ലായിരുന്നു. ഇപ്പോൾ നീ സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ തീർച്ചയായും താൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കുമെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും ഹീറോയിനും അവനെ തിരിച്ച് കിസ് ചെയ്യും. അന്നത്തെ ഒരു രാത്രി അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ആവട്ടെ ഹീറോയിൻ വല്ലാതെ പരിഭ്രാന്തിയോടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് വളരെ നെർവസായി തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് പോലും നോക്കാതെ എഴുന്നേറ്റ് പോകുന്നു. ഇതെന്താ ഇവള് തന്റെ മുഖത്ത് പോലും നോക്കാതെ പോയെന്നോർത്ത് ഹീറോ വല്ലാതെ ഫീൽ ചെയ്യുന്നു ഈ സമയമൊക്കെ. അവസാനം ഹീറോയിൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും അഡൽട്ട് ആണ്, യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമാണ്, അല്ലാതെ മറ്റൊരു ഫീലിങ്സും നമ്മൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ട് വല്ലാതെ വിഷമാവുന്നുണ്ട്. അങ്ങനെയാണോ? ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പോകാതെ തന്നെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ കിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, നീ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നു. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഹീറോയെ വെയിറ്റ് ചെയ്ത് കുഞ്ഞും ഹീറോയിനും ഇരിക്കുകയായിരുന്നു. ഹീറോ വന്നപ്പോഴാവട്ടെ ഇന്നും നൈറ്റ് മേക്കപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണ്ടേ, തീർച്ചയായും അതിനാവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. വളരെയധികം ദേഷ്യം തോന്നി ഹീറോയിനാവട്ടെ കുഞ്ഞിനെ ഇരുത്തിയിട്ട് എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കുഞ്ഞിന് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാറായിട്ടില്ലോ, അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നും കൂളായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിനെ വെറുതെ വിടാനുള്ള ഉദ്ദേശമൊന്നും ഹീറോയ്ക്കില്ലായിരുന്നു. മേക്കപ്പ് ഇടുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ എപ്പോഴും റൊമാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നീട് ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. നേരെ വന്നതിന് ഹീറോയിനെയും കുഞ്ഞിനെയും കാണുന്നു. ഹീറോയിനെ കണ്ടിട്ട് അവൻ എന്ത് തോന്നിയെന്നറിയില്ല. കുറച്ചു നേരം അവളെ നോക്കിയിട്ട് അപ്പോഴേ തിരിഞ്ഞു നടക്കുന്നുണ്ട്. ആ യുവാവട്ടെ നേരെ ഹീറോയെ കാണാനാണ് പോയത്. അവന്റെ അടുത്ത് ചെന്നിട്ട് ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവൻ തിരക്കുന്നുണ്ടെങ്കിലും ഹീറോ ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ നോക്ക്. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണെങ്കിലും ഇവിടെ താമസിക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് എനിക്ക് അവളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനോ ചോദിക്കാതിരിക്കാനോ സാധിക്കുന്നില്ല എന്ന് തന്നെ ആ യുവാവ് വ്യക്തമാക്കുന്നു. പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും ഹീറോയിന്റെ അടുത്ത് അവൾ വളരെ സുന്ദരിയാണെന്നും ചിരിച്ചാൽ അങ്ങനെ ഇരിക്കുമെന്നും ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവളുടെ നമ്പർ വരെ വാങ്ങിക്കുന്നുണ്ട്. ഗോച്ചിങ്ങിനാവട്ടെ അവന്റെ പ്രവൃത്തിയിൽ വല്ലാത്ത ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നിയിരുന്നു. എങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാതെ അവൻ സൈലന്റ് ആയി തന്നെയിരുന്നു. പിന്നീട് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുപോയി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറയുന്നതെന്നും ഒക്കെ ഹീറോ ചോദിക്കുന്നുണ്ട്. തനിക്ക് ഹീറോയിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ആ യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അവളിപ്പോൾ തന്റെ വീട്ടിലാണുള്ളതെന്നും അങ്ങനെയുള്ളപ്പോൾ അവളെ ട്രൈ ചെയ്യാൻ ശ്രമിക്കരുതെന്ന് തന്നെ ഒരു താക്കീത് രൂപേണ തന്നെ ഫ്രണ്ടിന്റെ കൂടെ അവൻ പറയുന്നു. നീ എന്തിനാണ് കൊച്ചുകുട്ടികളെ പോലെ ഈ കാര്യത്തിൽ വാശി കാണിക്കുന്നത്? ഞാൻ അവളുടെ നമ്പർ വരെ വാങ്ങിയിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ച് ഞാൻ എന്തായാലും അവളെ കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ യുവാവ് അവിടെ നിന്ന് പോകുന്നു. ഹീറോ നേരെ തന്നെ ഹീറോയിന്റെ അടുത്ത് പോയിട്ട് നീ അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തേക്ക്, അവൻ എന്നെ പോലെ അത്ര നല്ലവനൊന്നുമല്ല, അവൻ ഭയങ്കര ഒരു പ്ലേ ബോയ് ആണെന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ എനിക്ക് ആ യുവാവിനോട് സംസാരിക്കാൻ തീർത്തും താല്പര്യമില്ലായിരുന്നു, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് റെസ്പെക്ട് കൊടുത്ത് സംസാരിച്ചത് എന്ന് പറയുന്നു. ശരിക്കും ഹീറോയുടെ അടുത്തുനിന്ന് അവൾ അകലം പാലിക്കുന്നതിന്റെ കാരണം തന്നെ അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു കാരണത്താലാണ് അവന്റെ ജീവിതം താൻ കാരണം നശിച്ചൂടാ എന്ന ചിന്തയിൽ. പിറ്റേ ദിവസം ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ അവളെ ഒരു ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും 3-5 മെയിൽ മോഡൽസിനെയും കൂടി കാശ് കൊടുത്ത് വിലക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ അടുത്താണെങ്കിൽ ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാനും ആ പെൺകുട്ടി പറയുന്നുണ്ട്. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ഹീറോയിൻ ഒഴിവാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ട, ജസ്റ്റ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഡ്രിങ്ക്സ് കഴിക്കുന്നതിന് കമ്പനി തരികയും ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയായി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ സെക്രട്ടറി ആവട്ടെ ഈ കാഴ്ച കണ്ടിരുന്നു.
ഹീറോയും അവന്റെ കുറച്ച് ക്ലയൻസിനെ കാണാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് അവൻ പോകുന്നുണ്ട്. എടി മഹാഭാബി, എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടം വിട്ട് ഇപ്പോൾ തന്നെ പോക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവരെ വിരട്ടുന്നുണ്ട്. അതിനപ്പുറം ഹീറോയിനെ അവിടെ എന്തായാലും വന്ന് നിർത്തില്ലല്ലോ. ഹീറോയിനെ എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എന്താ ഈ നടക്കുന്നത്? അവർക്കിടയിൽ യാതൊന്നും തന്നെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴെന്താ സംഭവിച്ചെന്ന് മട്ടിൽ തന്നെ ആ പെൺകുട്ടി അമ്പരപ്പൽ നോക്കുന്നുണ്ട്. വീട്ടിലെത്തി ഹീറോയിന് അവിടെ തീരെ ബോധമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് അകലേക്ക് പോവുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട് ഹീറോയിൻ. അന്ന് നൈറ്റ് മുഴുവൻ അങ്ങനെ ഓരോന്നും പറഞ്ഞവൾ കരഞ്ഞു. പിറ്റേ ദിവസം ഹീറോയുടെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമില്ലായിരുന്നു. അത്രത്തോളം ചമ്മലും നാണക്കേടും അവൾക്ക് അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നും പറഞ്ഞെന്നും യാതൊന്നും തന്നെ അവൾക്ക് ഓർമ്മയില്ല. അവളൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് തന്നെ ഹീറോ പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ നീ എന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല. നീ ഇവിടെ തന്നെ എന്നോടൊപ്പം കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. ഹീറോയിനാവട്ടെ തനിക്ക് അവനോടുള്ള ഇൻട്രസ്റ്റ് തുറന്നു പറഞ്ഞാലോ എന്നും മനസ്സിൽ വിചാരിക്കുന്നു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം തന്നെ ഹീറോയിൻ സമ്മതം അറിയിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. അവളെ അവൻ ചേർത്ത് പിടിക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞിന് വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. ഇപ്പോഴെങ്കിലും നിന്നോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കുഞ്ഞ് ശരിക്കും എന്റെ കുഞ്ഞല്ല, എന്റെ സഹോദരിയുടെ കുഞ്ഞാണ്. ഡെലിവറി സമയത്ത് തന്റെ സഹോദരി മരിച്ചു പോവുകയായിരുന്നു. കുഞ്ഞിന്റെ അച്ഛനാവട്ടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എവിടെ ഓടിപ്പോയി കളഞ്ഞു. അയാളെ ഇതുവരെ കണ്ടെത്താനും സാധിച്ചില്ല. തന്റെ കുടുംബത്തിലെ അനന്തരാവകാശി ആയതുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഞങ്ങൾ തേടിക്കൊണ്ടേയിരുന്നത്. കുഞ്ഞിന് ഭാവിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഇൻഷുർ തന്നെ അവന് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിനെപ്പോഴും നീ തന്നെയാണ് അമ്മ, ഞാൻ തന്നെയാണ് അച്ഛനും. ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഇരുവർക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു എന്നെ ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നു. ഹീറോനാവട്ടെ അവളുടെ ജോലി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചീഫിൽ നിന്ന് പോലും സ്നേഹവും അംഗീകാരവും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റുള്ളവർക്കെല്ലാം അവളുടെ മേലിൽ അസൂയ തോന്നിയിരുന്നു. അങ്ങനെ ഹീറോയും ഹീറോയിനും നല്ലൊരു കപ്പിൾസ് തന്നെ ആവുന്നുണ്ട്. എല്ലാവരും കാണത്തക്ക വിധം തന്നെ അവരുടെ റിലേഷൻഷിപ്പ് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അവളുടെ ചീഫിന്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. തീർച്ചയായും നമ്മൾക്ക് ഈ കോൺട്രാക്ട് ലഭിക്കും. ദേ നോക്കിക്ക്, അദ്ദേഹമാണ് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്. അദ്ദേഹത്തിനോട് പോയി സംസാരിക്കണമെന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നു. എന്നാൽ അയാളാവട്ടെ ഈ സമയം കൊണ്ട് തന്നെ ഹീറോയിന്റെ മേലിൽ അഡ്വാൻറ്റേജ് എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡും അയാളുടെ വൈഫും കൂടി ആ പാർട്ടിയിൽ എത്തിയിരുന്നു. ഹീറോയിനെ കണ്ടയുടനെ തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്, കണ്ടില്ലേ അവൾ ഈ രീതിക്ക് വസ്ത്രങ്ങൾ ധരിച്ച് ഇവിടേക്ക് വന്നിരിക്കുന്നത് ആരെയും മയക്കാനാണെന്ന് തന്നെ ഭർത്താവിന്റെ കൂടെ അവൾ പറയുന്നുണ്ട്. ഹീറോയിന് കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, അയാളാവട്ടെ ഹീറോയിന്റെ പുറകിൽ തന്നെ റെസ്റ്റ് റൂമിലേക്ക് പോയി അവളെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവളുടെ എക്സ് ഹസ്ബൻഡ് അവിടേക്ക് വരികയും എന്താ ഇവിടെ ചെയ്യുന്നത്, എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ പരിചിതമായ രീതിയിൽ തന്നെ അവളോട് സംസാരിക്കുകയും അതേ തുടർന്ന് തന്നെ മറ്റേയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ ഉടനെ തന്നെ ഹീറോയിനോട് പറയുന്നുണ്ട്, നീ പഴയ പോലൊന്നും അല്ല, ഇപ്പോൾ വളരെ സുന്ദരിയായിട്ടുണ്ട് കാണാൻ. നിനക്കെന്തായാലും കുട്ടികളും ഉണ്ടാവില്ല, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഒന്നായിരുന്നൂടെ ചോദിക്കുമ്പോൾ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് വൈഫും കൂടാതെ ഒരു കുഞ്ഞുമുണ്ട്. അതിനിപ്പോ എന്താണ് കുഴപ്പം? നിന്നെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് തന്നെ യാതൊരു ഭാവഭേദവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ തന്നെ അവൻ പറയുന്നുണ്ട്. നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരൊന്നും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോയിൻ തറപ്പിച്ച് പറയുന്നുണ്ട്. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിന്നെ കൊണ്ട് യാതൊന്നും സാധിക്കുകയില്ല, ഒന്നിനുള്ള കഴിവുമില്ല. നീ അത്ര നല്ല പിള്ളയൊന്നും ആവണ്ട. അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇത് നിന്റെ ഫസ്റ്റ് ടൈം അല്ലെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഞാൻ തന്നെ ചാൻസ് ആണ് നിന്റെ ഈ ലൈഫ് എന്ന മട്ടിൽ തന്നെ അവൻ സംസാരിക്കുന്നു. ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ അവന്റെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളും ഇങ്ങനെയൊക്കെ വിചാരിച്ചല്ലേ നീ എന്നോടൊപ്പം ജീവിച്ചതും എന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചെന്നും അവള് വളരെയധികം ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു. എന്റെ ഭർത്താവിനെ വളയ്ക്കാൻ നോക്കുന്നോടി മഹാഭാവി എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ ഭാര്യ അവിടേക്ക് വരികയും ഹീറോയിനെ അവിടെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കറക്റ്റ് സമയത്ത് ഹീറോ അവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവളെ താങ്ങി പിടിക്കുന്നു. അയ്യോ സാർ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? സെറിമണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഹീറോയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഹീറോ എത്ര വലിയ ആളാണെന്നുള്ള വിവരം പോലും അവരിരുവർക്കും മനസ്സിലാവുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഇരുവരും യാചിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഇരുവരെയും പാർട്ടി ഹാളിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞ് തടയുന്നു. അങ്ങനെ എക്സ് ഹസ്ബൻഡും വൈഫും വളരെ ടെൻഷനിലും ദേഷ്യത്തിലും തന്നെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അയാളാവട്ടെ ഈ വിവരം അച്ഛനമ്മമാരെ ധരിപ്പിക്കുന്നുണ്ട്. എല്ലാ ബിസിനസ്സും പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ വല്ലാതെ പരിഭ്രാന്തനാവുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ അമ്മ പറയുന്നത്, അയ്യോ ഇതിനു മുമ്പ് ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവസാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആര് കണ്ടു? എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. ഞാൻ അവളുടെ മേലിൽ തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ലായിരുന്നു എന്ന് ആ സ്ത്രീ പറയുമ്പോൾ തന്നെ മകൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നേന്ന്? അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ വ്യാജമായി താൻ നിർമ്മിച്ചതാണ്, അല്ലാതെ അവൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇത് കേട്ടപ്പോൾ അവളുടെ എക്സ് ഹസ്ബൻഡ് ആവട്ടെ എല്ലാവരുടെയും വാക്ക് കേട്ട് അവളെ ഉപേക്ഷിച്ചത് തെറ്റായി പോയല്ലോ എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുന്നു.
നിലവിലത്തെ ഭാര്യയും അവന്റെ അമ്മയും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു കാര്യം ആസൂത്രണം ചെയ്തത്. അവന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, നിനക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അർഹത പോലുമില്ല, ബിസിനസ് നോക്കിയെടുത്താനുള്ള അർഹതയുമില്ല, ഇനി മുതൽ എന്റെ ബിസിനസ് ഞാൻ തന്നെ നോക്കി നടത്തിക്കോളാം. അങ്ങനെ അവൻ അവന്റെ ബിസിനസ്സും കൈവിട്ടു പോകുന്നു. ഈ സമയം ഹീറോയിനും കൊച്ചുകുട്ടിയും കൂടെ മുത്തശ്ശിയെ ചെന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനും ആ സത്യം മനസ്സിലാക്കുന്നത്. ഷെൻലിയുടെ ചതി മൂലം അന്ന് ഹീറോയിനും കൂടിയാണ് ഒന്നായിരുന്നെന്നുള്ളത്. കുറച്ചു നാളുകൾക്ക് ശേഷം തന്നെ ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അവരിരുവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കള്ളമാണ്, നിനക്ക് യാതൊരു പ്രശ്നവുമില്ല, നമ്മുടെ കുടുംബത്തിലേക്ക് അടുത്തൊരു അനന്തരാവകാശി വരാൻ പോവുകയാണ്, നമ്മുടെ മകന് ഒരു അനിയനോ കൂടി വരാൻ പോവുകയാണ്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവരിരുവരും പരസ്പരം വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. ഹീറോയിനാവട്ടെ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായി ശ്രമിച്ചാൽ അവസാനം നമ്മുടെ ജീവിതം തന്നെയാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് എത്തി നോക്കാതെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാരെന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷഫ, ഷഹാല, ലൈല, നിഹ, ഷഹബാസ്, അൻഷ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് തന്നെ എല്ലാവരും മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.